മറ്റൊരു പ്രാർത്ഥനയുണ്ട്, അത് അടുത്ത വാക്യങ്ങളിൽ വെളിപ്പെടുത്തുക. നിലം പറ്റിക്കിടന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് സർവശക്തി ഉപയോഗിച്ച് മരണശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ തന്റെ സർവശക്തിയും കൊണ്ട് കൈകുത്തി മുട്ടുമേ നിന്നു എന്ന് വചനം പറയുക. ശരീരം ചതഞ്ഞ് രക്തം വാർന്നൊഴുകി അവസാന ശ്വാസം എടുക്കുന്ന മനുഷ്യൻ എന്തിനെന്നറിയാവോ? ഈ മരണവെപ്രാളത്തോടെ മുട്ടുമേ നിന്നത്. അതടുത്ത പ്രാർത്ഥന പ്രാർത്ഥിക്കാന്. കാൽവരി കുരിശിൽ തന്റെ ഗുരു പിടഞ്ഞു മരിക്കും മുമ്പ് നിലവിളിച്ച് പ്രാർത്ഥിച്ചുവെന്ന് സ്റ്റീഫൻ ദൃക്സാക്ഷികൾ പറഞ്ഞു കേട്ട് പഠിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് മരണശ്വാസം എടുക്കുന്ന സ്റ്റീഫൻ മുട്ടുമേൽ നിന്നത്. അവൻ മുട്ടുമേൽ നിന്ന് വലിയ സ്വരത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ. ഇത് പറഞ്ഞ് അവൻ വീണു മരിച്ചു. ഉറക്കെ പറയട്ടെ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കാൽവരി കുരിശിൽ ചരിത്രത്തെ പിളർന്നൊരു പ്രാർത്ഥനയുണ്ട്. സാത്താന്റെ തലയെ പിളർന്നൊരു പ്രാർത്ഥനയുണ്ട്. യേശു ക്രിസ്തു കുരിശിൽ തൂങ്ങിപ്പടയുമ്പോൾ യഹൂദ പ്രമാണികള് താഴെ കാതോർത്ത് എന്തിനെന്നറിയാവോ? ഇന്നുവരെ സ്നേഹം പ്രസംഗിച്ച് ഇവൻ കാൽവരി കുരിശിലെ കഠിന വേദനയില് ദൈവമായ പിതാവിനെ തള്ളിപ്പറഞ്ഞിട്ട് സകലരെയും ശപിച്ചിട്ട് പിടഞ്ഞു മരിക്കുന്നത് ഞങ്ങൾക്ക് കാണണം. അതിനുവേണ്ടിയാ യേശുവിനെ കെട്ടിത്തൂക്കി കുരിശിൽ തറച്ചിട്ട് അവര് താഴെ കാത്തു നിന്നത്. പക്ഷെ അവർക്ക് തെറ്റി. അവര് കാത്തുനിന്നതല്ല അവര് കേട്ടത്. പ്രപഞ്ചം കാതോർത്തു നിന്ന് ദൈവ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തല് കുരിശിൽ മുഴങ്ങുക. അപ്പാ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് യേശു ക്രിസ്തു ബലി പൂർത്തിയാക്കുന്നത്. ഒന്ന് സ്തുതിക്കട്ടെ, രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കാൽവരി കുരിശിൽ കരം വരിച്ച കർത്താവിന്റെ നേരെ കരങ്ങൾ നീട്ടിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ചേർന്ന് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ക്ഷമയുടെ അഭിഷേക ശക്തി അങ്ങയുടെ മക്കളെ പൊതിയണം കർത്താവേ, പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി 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 കർത്താവേ, നന്ദി യേശുവേ, നന്ദി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴാണ് തൊട്ടടുത്ത് സാവൂൾ കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അവൻ ഒരിക്കലും കേട്ടിട്ടില്ല ഇങ്ങനൊരു പ്രാർത്ഥന. മരിച്ചുകൊണ്ടിരിക്കുന്നവൻ കൊല്ലുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, അന്ന് സാവൂളിന്റെ ശിരസിൽ തീക്കനൽ കൂന കൂട്ടപ്പെട്ടു. അവൻ അസ്വസ്ഥനാകുക. പക്ഷെ ഈ അസ്വസ്ഥത മാനസാന്തരത്തിലേക്ക് നയിക്കുന്നില്ല. ആ സമയത്ത് അതതിൻ്റെ സമയം കാത്തിരിക്കുക. അസ്വസ്ഥനായിട്ട് വീണ്ടും ഓടി നടന്ന് ദമാസ്കസിൽ ചെന്ന് ദമാസ്കസിലേക്ക് ഈ അധികാര പത്രമായിട്ട് പോകുന്ന സമയത്താണ് യേശു ക്രിസ്തു നേരിട്ട് പ്രത്യക്ഷപ്പെടുക. സ്റ്റീഫൻ ക്ഷമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സാവൂളിന്റെ ശിരസിൽ കത്തിയ തീക്കനല് ആളിക്കത്തിയത് അന്ന്. ആ സാവൂൾ പൗലോസായിട്ട് മാറുക. ഈ പൗലോസാണ് പിന്നീട് സ്വന്തം ജീവിതാനുഭവത്തിന്റെ വെളിച്ചത്തിൽ റോമാസഭയെ പഠിപ്പിക്കുന്നത്. മക്കളെ, ശത്രുവിന് വിശക്കുന്നതിൽ ഭക്ഷിക്കാൻ കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കുക. ഇതുവഴി അവന്റെ ശിരസിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂനകൂട്ടപ്പെട്ടും കർത്താവ് നിനക്ക് പ്രതിഫലം തരും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വചനം കേട്ട് ഒരു നല്ല കുമ്പസാരം നടത്തിയിട്ട് സൗഖ്യം സ്വന്തമാക്കാനായിട്ട്, അഭിഷേകം സ്വന്തമാക്കാനായിട്ട് ദാഹത്തോടെ വന്നിരിക്കുന്നവരെ നമ്മളൊക്കെ ഈ സമയത്ത് വളരെ ജാഗ്രതയോടെ ഞാൻ നിങ്ങൾ പരിശോധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. യേശു ക്രിസ്തു പഠിപ്പിച്ച ഏറ്റവും ശക്തമായ പ്രാർത്ഥനയിൽ ഈശോ വളരെ ശക്തമായൊരു കാര്യം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു സ്വർഗം തുറക്കുന്ന ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആവർത്തിക്കുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള കർത്തൃ പ്രാർത്ഥന അവിടെ ഈശോ പഠിപ്പിച്ചെങ്ങനെയാ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് വെച്ചാൽ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കേണ്ടെന്നതിനർത്ഥം. യേശുക്രിസ്തു അങ്ങനെയാ പഠിപ്പിച്ചത്. അവർക്ക് പറയാമോ? ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു മേഖലയിൽ അനേക വ്യക്തികൾക്ക് വീഴ്ച സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ധാരാളം മാരക രോഗികളും സുഖപ്പെടുന്നുണ്ട്. എപ്പോഴെന്നറിയാമോ? ഒരു നല്ല കുമ്പസാരം നടത്തി കഴിഞ്ഞിട്ട് വേദനിപ്പിച്ച വ്യക്തികളോട് നിരുപാധികം ക്ഷമിച്ചു കഴിയുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ ക്ഷമ കൊടുത്തു കഴിയുമ്പോൾ സ്വർഗം തുറക്കുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. മാരകമായ ക്യാൻസർ രോഗികൾ സുഖപ്പെടുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. തളർവാദ രോഗികൾ എഴുന്നേറ്റ് പോകുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്.
സോറിയാസിസ് രോഗി 10 വർഷമായിട്ട് സോറിയാസിസ് വന്ന രോഗി ഉടുപ്പുരിഞ്ഞ് മാറ്റുന്ന പോലെ ഈ ശരീരത്തിന് എന്തോ ഒന്ന് വിട്ടുമാറിയിട്ട് പുത്തൻ ശരീരമായിട്ട് മാറുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. എപ്പോഴെന്നറിയാവോ വെറുപ്പിന്റെ കരിമ്പാറ തകർന്നു മാറുമ്പോൾ അവിടെ അത്ഭുതം സംഭവിച്ചേ പറ്റൂ. യേശു ക്രിസ്തു ലാസറിന്റെ കുടിമാടത്തിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തില് ആ കല്ല് എടുത്തു മാറ്റ്. യേശു പറഞ്ഞ കല്ല് മാറുകയല്ലേ? മാറും. അലറുന്ന തിരമാലയെ നോക്കിയിട്ട് അടങ്ങുക, ശാന്തമാവുക എന്ന് കൽപ്പിച്ചപ്പോൾ ആ തിരമാലകൾ ശാന്തമായെങ്കിൽ അവന്റെ നാമത്തിന് ശക്തിയുണ്ട്. അവൻ പറഞ്ഞാൽ കല്ല് മാറും. പക്ഷെ എന്തുകൊണ്ടാണ് യേശു അത് പറയാത്തത്? മനുഷ്യൻ ഉരുട്ടിവെച്ച കല്ല് മനുഷ്യൻ മാറ്റുമ്പോൾ ജീവൻ എടുത്ത കർത്താവ് ജീവൻ തിരിച്ചു തരും. അവരൊക്കെ പറയട്ടെ ഹല്ലേലൂയ. മനുഷ്യൻ ഉരുട്ടിവെച്ച കല്ല് മനുഷ്യൻ എടുത്തു മാറ്റാൻ തയ്യാറാകുമ്പോൾ ജീവൻ എടുത്ത കർത്താവ് ജീവൻ തരും. ലാസർ ഉയർത്തു. ഈ കല്ലുരുട്ടി മാറ്റിക്കഴിഞ്ഞപ്പോഴാ യേശു പറഞ്ഞത്, ലാസറേ പുറത്തു വരിക. സംഭവിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ നോക്കിയിട്ട് യേശു ഒരു കാര്യം കൽപ്പിക്കുന്നുണ്ട്. ആ കല്ല് എടുത്തു മാറ്റ്. അത് വെറുപ്പിന്റെ കല്ലാണ്. വെറുപ്പിന്റെ വലിയ കല്ല് ഉരുട്ടിവെച്ച് അടച്ചു വച്ചിരിക്കുന്ന ഹൃദയങ്ങളിൽ അത്ഭുതങ്ങളുടെ പെരുമഴ വഹിക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിക്കുകയില്ല. അത് ആ വെറുപ്പിന്റെ കല്ലിൽ തട്ടി തിരിച്ചു പോവും. അതുകൊണ്ട് യേശു ഇന്ന് ഇവിടെ ഇരിക്കുന്ന സകല മക്കളെ നോക്കിയിട്ട് കൽപ്പിക്കുന്നു, വെറുപ്പിന്റെ കല്ലെടുത്തു മാറ്റ്. ആ കല്ല് മാറ്റപ്പെട്ടാൽ യേശു എന്നെ നിങ്ങളെ നോക്കിയിട്ട് കൽപ്പിക്കും, പുതിയ നാമവും വിളിക്കും. അത് സംഭവിച്ചിരിക്കും. അവർക്ക് പറയട്ടെ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ക്ഷമിക്കാനുള്ള അഭിഷേകം ചോദിച്ച് സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളി സ്തുതിക്കട്ടെ. പോരെ ദൈവമക്കളെ, ഹൃദയങ്ങളെ തുറന്ന് വിളിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ ശക്തി വെളിപ്പെടുത്തണമേ. അടഞ്ഞ ഹൃദയങ്ങളില്, വെറുപ്പ് നിറഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളില് വചനത്തിന്റെ ശക്തി കടന്നു ചെല്ലണം. ഹെബ്രായർ 4:12 അഭിഷേക ശക്തി കടന്നു ചെല്ലണമേ. ഹെബ്രായർ 9:14 തിരു രക്തത്തിന്റെ അഭിഷേക ശക്തി കടന്നു ചെല്ലണേ എന്ന് പ്രാർത്ഥിക്കുന്ന കരുണ വർഷിക്കണമേ. അവരൊക്കെ പറയാമോ ഹല്ലേലൂയ. ലൂക്കാസ് വിശേഷത്തിന്റെ 6-ാം അധ്യായത്തില് 27 തൊട്ടുള്ള വാക്യങ്ങളിൽ ഈശോ വളരെ ശക്തമായിട്ടൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ വചനം ഒന്ന് വായിക്കാം. നമുക്കറിയാവുന്ന വചനമാണ്. ഈശോ പറയാം, എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിട്ട് തടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. അവർക്ക് പറയട്ടെ ഹല്ലേലൂയ. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം 31-ാം വചനം പറയാം, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്തു മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. തുടർന്ന് ഈശോ പറയാ, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. ഹല്ലേലൂയ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈശോ 2 വചനങ്ങൾ കൂട്ടിച്ചേർത്ത് പറയാം. ഒന്ന്, പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യും, എനിക്ക് തിന്മ ചെയ്യുന്നവന് തിരിച്ച് തിന്മ ചെയ്യുകയും ചെയ്താൽ ഞാൻ പാപി തന്നെയാണെന്ന് കർത്താവ് പറയാം. നേരെ മറിച്ച് എങ്ങനെയാണ് ഞാൻ ദൈവത്തിൻ്റെ പുത്രനാകുന്നത്? അത് വചനം പറയാം, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുക, അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ്
കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾ കരുണയുള്ളവരായിരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ ഒരു വ്യക്തിക്ക് യോഗ്യത കിട്ടുന്നത് കരുണയുള്ളവനായിട്ട് മാറുമ്പോഴാണ്. കരുണയില്ലാത്തവന് സ്വർഗസ്ഥനായ പിതാവെന്ന് വിളിക്കാൻ പറ്റില്ല. അതാ ഈശോ പറഞ്ഞത്, നിങ്ങൾ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ കരുണയുള്ളവരായിരിക്കുമ്പോഴാണ് നിങ്ങൾ അത്യുന്നതന്റെ പുത്രനായിരിക്കുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലാൻ യോഗ്യതയുള്ളത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു എന്ന് പറയുന്നവന് മാത്രമാണ്. അല്ലാത്തവർ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് സ്തുതിക്കാവോ? വലതൊരുവടുത്ത് ഒരിക്കൽ കൂടെ സ്തുതിച്ചേ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ചേർന്ന് അഭിഷേകം നിറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. നന്ദി, 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 നന്ദി ഈശോയേ, നന്ദി. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇനി ഇതേ അധ്യായത്തിൽ ലൂക്കാസ് ശ്ലീഹ മറ്റൊരു കാര്യം കൂടി പറയാം. നമുക്ക് സുപരിചിതമായ ഭാഗമാണ്, പക്ഷെ ശ്രദ്ധിക്കണം. നമ്മൾ ചിലപ്പോഴും കൂടെ ശ്രദ്ധിക്കാതെ പോകുന്നത്. ഇപ്പം മഴ പെയ്യല്ലേ, അതുകൊണ്ട് ഇപ്പോൾ ഈ വചനം വളരെ നന്നായിട്ട് ചേരും. ഇവിടെ ഈശോ പറയാണ്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന എന്തുകൊണ്ട്? നമ്മൾ പ്രൈസ് ദി ലോർഡ് എന്ന് പലതവണ പറയുമ്പോഴും യേശു അത് കേട്ട് സന്തോഷിക്കണമെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് പ്രൈസ് ദി ലോർഡ് പറയണം. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഈശോ പറയാണ്, എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശനാണ് അവൻ. വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു, എന്നാൽ ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അത് ബലിഷ്ഠമായി പണിയപ്പെട്ടിരുന്നു. വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിതവന് തുല്യൻ. ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു, ഉടനെ അത് നിലം പതിച്ചു. ആ വീടിന്റെ തകർച്ച വലുതായിരുന്നു. പ്രിയപ്പെട്ടവരെ, രണ്ട് വീടുകൾക്കും ഒരേപോലെ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നുണ്ട്. രണ്ട് വീടുകൾക്കും നേരെ ഒരുപോലെ ഒഴുക്കാഞ്ഞടിക്കുന്നുണ്ട്. പക്ഷേ ഒരു വീട് വീണു, മറ്റൊരു വീട് നിലനിന്നു. ഏതാ ഈ വീട്? എന്റെയും നിങ്ങളുടെയും ജീവിതം. ഈ ഒഴുക്കും ഈ പ്രശ്നങ്ങളും ഈ പരീക്ഷണങ്ങളും ഈ പ്രലോഭനങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ പറന്നു വീണിട്ടുള്ള സകല വ്യക്തികൾക്കും ഒരുപോലെ ഉണ്ടാവും. നമ്മൾ കരുതരുത് വിശുദ്ധരൊക്കെ പ്രലോഭനവും പരീക്ഷണവും ഇല്ലാത്തൊരു ലോകത്തിലാണ് ജീവിച്ചതെന്ന്. അല്ല. വിശുദ്ധ ഫ്രാൻസിസും വിശുദ്ധ ഗീവർഗീസും പരിശുദ്ധ അമ്മയും അല്ല മറ്റാരും നോക്കിയോ, അവരൊക്കെ ജീവിച്ചത് ഇതേ ലോകത്തിലാണ്. ഒഴുക്ക് എല്ലാ ജീവിതത്തിലും ആഞ്ഞടിക്കും, പക്ഷേ ചിലത് വീണില്ല. എന്താ കാരണം? യേശുക്രിസ്തുവിന്റെ വചനത്തില് അടിത്തറയുറപ്പിച്ച ജീവിതമാണ്. ഇവിടെ യേശു പറയുക, ശത്രുവിനെ സ്നേഹിക്കാൻ, ക്ഷമിക്കാൻ. ഈ വചനം അനുസരിച്ച് ജീവിക്കുന്നവന്റെ ജീവിതത്തിൽ എന്ത് വലിയ പ്രശ്നം വന്നാലും അവനെ തകർക്കാൻ പറ്റിയല്ല. പക്ഷേ ഈ വചനം അനുസരിക്കാതെ ജീവിക്കുന്നവന്റെ ജീവിതത്തിൽ സാത്താന് കടന്നു വരാൻ പറ്റും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ തമ്പുരാന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ ചോദിക്കേണ്ട കാര്യം, ഈശോയെ ക്ഷമിക്കാനുള്ള അഭിഷേകം തരണം. ഞാൻ പലരും കണ്ടിട്ടുണ്ട്, എൻ്റെ മുമ്പിൽ നിന്ന് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ചില ചോദിച്ചിട്ടുണ്ട്, ബ്രദറെ മനുഷ്യരെ കൊണ്ട് ക്ഷമിക്കാൻ പറ്റുമോ ഇത്? ഒരിക്കല് +1 പഠിക്കുന്ന ഒരു പെൺകുട്ടി യുവജനങ്ങളുടെ ഒരു ധ്യാനം നടക്കുമ്പോൾ അവൾ കൗൺസിലിങ്ങിനായിട്ട് വന്നു. ഒരു സിസ്റ്റർ കൊണ്ടുവന്നതാണ്. ഞാൻ അവളോട് സംസാരിക്കാൻ നോക്കിയിട്ട് ഇവക്ക് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ 2 വാക്ക് പറഞ്ഞിട്ട് സ്റ്റക്കായിട്ടിരിക്കുകയാണ്, ഒരക്ഷരവും മിണ്ടുന്നില്ല. ഞാൻ കുറച്ചു നേരം ശ്രമിച്ചിട്ട് എനിക്കൊന്നും പറ്റുന്നില്ല. എനിക്കിപ്പോൾ മറ്റൊരു ശുശ്രൂഷയ്ക്ക് പോകേണ്ട സമയമായി. കോട്ടയം അടുത്താണ്, വൈകുന്നേരമായി, ഒരു 6-7 മണി സമയമാണ്. ധ്യാനം കഴിഞ്ഞതാണ്. ഈ പെൺകുട്ടി 2ാമത് സംസാരിക്കും വന്നു. അപ്പം ഞാൻ സിസ്റ്റേഴ്സിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇവൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഞാൻ ആ ഹോസ്റ്റൽ നടത്തുന്ന സിസ്റ്റേഴ്സിനെ വിളിച്ച് ചോദിച്ചു, സിസ്റ്റർ ഇവള് മാനസികരോഗിയാണോ? അവർ പറഞ്ഞു അല്ല. ഇവളെന്തെങ്കിലും രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു അല്ല. ഞാൻ ചോദിച്ചു, പിന്നെ ഈ കുട്ടിക്ക് എന്ത് പറ്റി? ഞങ്ങൾക്ക് അറിയില്ല ബ്രദറെ, അവൾ ആരോട് സംസാരിക്കാറില്ല. ഞാൻ സിസ്റ്റർമാരോട് പറഞ്ഞു 2-3 പേര് ആ ചാപ്പലിൽ ഇരുന്നത് പ്രാർത്ഥിക്കണം, ഞാൻ ഈ കുഞ്ഞിനോട് സംസാരിക്കാൻ പോവാം. ഞാൻ അവളെ സഖാരിക്ക് മുമ്പിൽ കൊണ്ടിരുത്തി, എന്നിട്ട് ഞങ്ങളോട് സംസാരിക്കാം. ഞാൻ 2.5 മണിക്കൂർ എടുത്ത കാര്യം ചുരുക്കി പറയാം. ഞാൻ സംസാരിച്ച് വന്നപ്പോൾ
വിങ്ങിപ്പെട്ട് ഈ പെൺകുട്ടിക്ക് പറയാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, മോളെ നീ പേടിക്കണ്ട, നീ സഖായിരിക്കുമ്പോഴായിരിക്കുന്നത്, നിന്റെ സ്വന്തം ആങ്ങളെ പോലെ കണ്ടാൽ മതി യേശു ക്രിസ്തു അവിടെ ഇരുത്തിയിരിക്കുന്നത്, നീ എൻ്റെ കുഞ്ഞിപ്പെങ്ങളായപ്പോൾ നീ പറ. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾ പറയാൻ തുടങ്ങി. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ 3 പേര് ഇവളെ ദുരുപയോഗം ചെയ്തു, നശിപ്പിച്ചു. അന്ന് തൊട്ട് ഈ പെൺകുട്ടി രോഗിയാണ്. ഈ പെൺകുട്ടിയുടെ ജീവിതം തകർന്നു. ഇവള് കുറ്റബോധത്തിന് അടിപ്പെട്ട്, നിരാശയ്ക്ക് അടിപ്പെട്ട് ഈ പെൺകുട്ടി ജീവിതം തള്ളി നിൽക്കുക. അവൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അവൾ ആരോടും ഈ കാര്യം പറഞ്ഞിട്ടില്ല. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ. അവൾ എൻ്റെ മുമ്പിൽ നിന്ന് വിങ്ങിപ്പൊട്ടി. ഞാൻ ഒടുവിൽ ആ പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ നിനക്ക് സൗഖ്യം തരാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യണം. നീ വചനം കേട്ടതല്ലേ മോളെ, നിന്നെ പൂർണ്ണ സൗഖ്യം തരാൻ ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ചൊല്ലണം. അവൾ പറഞ്ഞു, ഞാൻ ചൊല്ലാം ബ്രദറെ. ഞാൻ അവൾക്ക് പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു. അവസാനം ഞാൻ ക്ഷമയുടെ പ്രാർത്ഥനയിലേക്ക് കടക്കുക. ഞാൻ പറഞ്ഞു, ഈശോയെ എന്നെ വേദനിപ്പിച്ച വ്യക്തികളോട്. അവൾക്ക് മനസ്സിലായി അടുത്ത വാക്ക് ഞാൻ ക്ഷമിക്കുന്നു എന്നാണ്. അവൾ അത് ഏറ്റു പറഞ്ഞില്ല. അവൾ എന്നെ നോക്കി പറഞ്ഞു, നോ ബ്രദർ, ഞാനത് പറയല. നോ ബ്രദർ, ഞാനത് പറയല. ഞാൻ പറഞ്ഞു, പോട്ടെ, സാരമില്ല. കാരണം അവളുടെ ഹൃദയം തകർന്നിരിക്കുന്ന എനിക്ക് കാണാം. അവൾ വാവിട്ട് കരയാം. ഞാൻ വീണ്ടും മറ്റു പ്രാർത്ഥനകൾ പ്രാർത്ഥിപ്പിച്ചു. എനിക്കറിയാം ക്ഷമിക്കാതെ ഈ പെൺകുട്ടിക്ക് സൗഖ്യം കിട്ടില്ല. വെറുപ്പ് കല്ലായിട്ടിരിക്കുക. ഞാൻ ഈ പെൺകുട്ടിക്ക് വീണ്ടും പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു. ക്ഷമയുടെ അടുത്ത് വരുമ്പോൾ ഇവള് പറയും, നോ ബ്രദർ, ഞാൻ ക്ഷമിക്കല. അവസാനം എനിക്ക് സമയം പോവാ. സിസ്റ്റേഴ്സ് പറഞ്ഞ്, ബ്രദറെ ഓട്ടോ കൊണ്ട് നിർത്തിയിരിക്കുന്ന ബസ് വരാൻ പോവാ. ലാസ്റ്റ് ബസ് എനിക്ക് 9:30 കോട്ടയത്തിനുള്ള ബസ്സിന് പോകണം. ലാസ്റ്റ് ബസ്സാണ്. മറ്റു ശുശ്രൂഷയ്ക്ക് പോകണം. ഏതാനും നിമിഷം 10 മിനിറ്റേ ഉള്ളൂ. ഞാൻ ഈ പെൺകുട്ടിയോട് അവസാനം വിഷമം കൊണ്ട് പറഞ്ഞു, മോളെ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ പോവാ. നിനക്ക് പൂർണ്ണ സൗഖ്യം തരാൻ ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നീ ക്ഷമിച്ചാലേ നിനക്ക് സൗഖ്യം കിട്ടുള്ളൂ. ആ കുഞ്ഞു പെങ്കൊച്ച്, ഈ +1കാരി പെൺകുട്ടി എൻ്റെ കണ്ണിലേക്ക് തുറച്ചു നോക്കിയിട്ട് കൈ ചൂട്ടിക്കൊണ്ട് ചോദിച്ചു, എൻ്റെ ജീവിതം തകർത്തവർ അവന്മാര്, ഞാൻ എന്ത് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് ബ്രദറിന് അറിയാവോ? എൻ്റെ ജീവിതം തകർത്ത അവന്മാരോട് ക്ഷമിക്കാൻ പറയാൻ ബ്രദർ ഒരു മനുഷ്യനാണോ? എൻ്റെ കണ്ണി നോക്കിയിട്ട് പെൺകുട്ടി ചോദിച്ചു, അവന്മാരോട് ക്ഷമിക്കാൻ പറയാൻ ബ്രദർ ഒരു മനുഷ്യനാണോ? ഞാൻ കരഞ്ഞു പോയ ചോദ്യത്തിന് മുമ്പിൽ. പക്ഷേ എൻ്റെ കർത്താവ് അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു, സാരമില്ല മോളെ, നീ പറഞ്ഞ് ശരിയാ, ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല നീ പറഞ്ഞ് ക്ഷമിക്കാൻ. മനുഷ്യനെ കൊണ്ട് പറ്റിയല്ല മോളെ, പക്ഷേ ദൈവമക്കളെ കൊണ്ട് പറ്റും. അന്ന് ആ സക്രാരിക്ക് മുമ്പിലിരുന്ന് ആ കുഞ്ഞു പെങ്കൊച്ചിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. അത് അവളോട് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. അവളോട് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ കാര്യം ക്ഷമിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുകയില്ല എന്ന് പറയുന്ന സകലരെ നോക്കിയിട്ട് ദൈവത്തിന്റെ പുത്രൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ക്ഷമിക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റുകയില്ല മക്കളെ, പക്ഷെ ദൈവ മക്കളെ കൊണ്ട് പറ്റും. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ സക്രയിലേക്ക് നോക്ക്, ആ കുരിശ് രൂപത്തിലേക്ക് നോക്ക്. 2000ഓളം കൊല്ലം മുമ്പ് കാൽവരി കുരിശിൽ നഗ്നനാക്കി അവനെ കെട്ടിത്തൂക്കിയിട്ടിട്ട് താഴെ നിന്ന് ആളുകൾ കൂക്കി വിളിച്ചപ്പോൾ അവൻ എന്തു തെറ്റ് ചെയ്തിട്ടാ അവൻ ആണി തൂങ്ങിക്കിടന്നത്? നീ പറയ്. ഞാൻ അവളോട് ചോദിച്ചു, എൻ്റെ നൊമ്പരം കൊണ്ട് ഇവളെ രക്ഷിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിച്ചു, നീ പറ മോളെ, അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവനാ അനുഭവിച്ചത്? അവന്റെ ശരീരം മുഴുവൻ മുൾച്ചാട്ട് കൊണ്ട് കീറി മുറിച്ച് ശരീരം ഇഞ്ചിഞ്ചായിട്ട് മുറിക്കപ്പെട്ടത് ആർക്കു വേണ്ടിയാ? അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നീ പറയ്. അവള് കരഞ്ഞുകൊണ്ടിരുന്നുള്ളൂ. അവസാനം ഞാൻ പറഞ്ഞു, മോളെ, കാൽവരി കുരിശിൽ ഗോതമ്പ് പൊടിഞ്ഞു നുറുങ്ങി ചുട്ടെടുത്ത ഈ ഓസ്തി ഉണ്ടായത്, അതുപോലെ കാൽവരി കുരിശിൽ നുറുക്കപ്പെട്ടിട്ട് നിന്റെ ക്രിസ്തു നിനക്ക് വേണ്ടി കുർബാനയായിട്ട് മാറിയെങ്കിൽ അവനാണ് നിന്നോട് പറയുന്നത് ക്ഷമിക്കാൻ. ഈ തിരുവോസ്തിക്ക് മുമ്പിൽ നീ ഇരിക്കുന്നത് കൊണ്ട് നിനക്ക് ക്ഷമിക്കാൻ പറ്റും, നീ ക്ഷമിക്കും. ഞാൻ അവളോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്, ഈശോയെ എനിക്ക് ക്ഷമിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പ്രാർത്ഥിക്കും മോളെ. അവൾ ഏറ്റുചൊല്ലി, ഈശോയെ എനിക്ക് ക്ഷമിക്കാൻ ആഗ്രഹമുണ്ട്. വീണ്ടും പറഞ്ഞു കൊടുത്തു, മോളെ പരിശുദ്ധാത്മാവെ എന്നെ ക്ഷമ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുക. അവൾ അതും പ്രാർത്ഥിച്ചു. രക്ഷപ്പെടാനുള്ള ആഗ്രഹം കൊണ്ട് വാവിട്ട് കരഞ്ഞ പെൺകുട്ടി പ്രാർത്ഥിച്ചു. ഒടുവിൽ ഞാൻ അവളോട് പറഞ്ഞു, മോളെ എനിക്ക് പോകാൻ സമയമായി, നീ സക്രാരിക്ക് മുമ്പിലിരുന്ന് നീ പ്രാർത്ഥന ആവർത്തിച്ചോ, ഈശോ നിനക്ക് സൗഖ്യം തരും. ഞാൻ എഴുന്നേറ്റു, കണ്ണു തുടച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റു. ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, ഈ മോൾ ഒത്തിരി ദുഃഖത്തിലാണ്. പ്രശ്നമൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരു സിസ്റ്ററിനെ മാത്രം വിളിച്ചിട്ട് പറഞ്ഞു, ഇവളുടെ പ്രശ്നം ഇതാണ്, ഇവിടെ ശ്രദ്ധിച്ചോണം, വേറെ ആരോടും പറയരുത്. മറ്റുള്ള എല്ലാ സിസ്റ്റേഴ്സിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഈ മോൾ ദുഃഖത്തിലാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ എന്നിട്ട് ചാപ്പലിൽ നിന്ന് പുറത്തിറങ്ങി ഇവള് സക്രാരിക്ക് മുമ്പിലിരുന്ന് ഈശോയെ എനിക്ക് ക്ഷമിക്കാൻ ശക്തി തരണേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇറങ്ങിപ്പോരുക. ഞാൻ എന്നിട്ട് ബാഗൊക്കെ എടുത്ത് ഓട്ടോയിൽ കയറിയിട്ട് ബസ് കയറുന്നിടത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ
ഒരു വിളി കേട്ടു. പറയുന്ന ബ്രദറെ, ഒരു സെക്കൻഡ്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പെൺകുട്ടി 2ാം നിലയിൽ നിന്ന് ഓടി ഇറങ്ങി വരിക, സ്റ്റെപ്പ് ഇറങ്ങി വരിക. ഇവളുടെ മുഖം പ്രകാശിക്കുന്നുണ്ട്. ഇവളുടെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദർ പറഞ്ഞു ശരിയാ, തിരുവോസ്തിക്ക് മുമ്പിലിരുന്നപ്പം എനിക്ക് ക്ഷമിക്കാൻ ശക്തി കിട്ടി, ഈശോ അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ ചോദിച്ചു, മോളെ സത്യമാണോ? അവൾ സത്യമാ ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ശക്തി തിരുവോസ്തിയിൽ എൻ്റെ നേരെ വന്നു, ഞാൻ ക്ഷമിച്ചു ബ്രദറെ. അവൾ കരഞ്ഞുകൊണ്ട് സന്തോഷത്തിന്റെ കണ്ണീരൊഴുക്കി അവൾ പുഞ്ചിരിക്കുക. നാളുകൾ കൂടി അവൾ പുഞ്ചിരിച്ചു. 3 വർഷം കൂടി ആ പെൺകുട്ടി പുഞ്ചിരിച്ചു. ഞാൻ ചോദിച്ചു, മോളെ ഇപ്പം നിനക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? അവൾ പറഞ്ഞു, ഉവ്വ് ബ്രദറെ. ഞാൻ ചൊല്ലിക്കൊടുത്തു. അവിടെ നിന്നോണ്ട് ചൊല്ലിക്കൊടുത്തു. ഓട്ടോടെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയേക്കുക. ഞാൻ അവിടെ നിന്നോണ്ട് ചൊല്ലി, ഈശോയെ എന്നെ വേദനിപ്പിച്ച 3 പേരുടെയും പേര് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അവരോട് നിന്നെ പ്രതി നിരുപാധികം ഞാൻ ക്ഷമിക്കുന്നു. അവൾ എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അത് ഏറ്റു പറഞ്ഞു, ഈശോയെ നിന്നെ പ്രതി കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ ഈശോയെ പ്രതി എൻ്റെ ജീവിതം തകർത്ത ഈ 3 പേരോട് ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ അവരെ പൂർണ്ണമായിട്ട് ക്ഷമിക്കുന്നു. അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, 3 വർഷം കൂടി ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിന്റെ അഭിഷേകം ഉണ്ടായി. അവൾ സുഖപ്പെട്ടു. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, ഉച്ചത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. നന്ദി 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 കർത്താവേ. സ്തുതിക്കുന്നു. മഹത്വം കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി 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 കർത്താവേ, സ്തുതിക്കുന്നു. ഒരു നിമിഷം എല്ലാവരും കണ്ണുകൾ അടയ്ക്കട്ടെ. 2 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കട്ടെ. വെറുപ്പിന്റെ ഏതെങ്കിലും കരിമ്പാറ ഹൃദയത്തെ അടച്ചു വെച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സ്വയം ക്ഷമിക്കാൻ പറ്റില്ല സഹോദര സഹോദരി, പക്ഷെ ദൈവം നിങ്ങളെ സഹായിക്കാൻ പോവാ. ഈശോ പറഞ്ഞു, ഞാൻ ചെയ്തതെല്ലാം നിങ്ങൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഇതോ പറഞ്ഞത് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നത്, രോഗിയെ തളർവാതിൽ എഴുന്നേൽപ്പിക്കുന്ന മാത്രമല്ല, ഞാൻ കുരിശിൽ ക്ഷമിച്ചതുപോലെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റും എന്നാ അതിനർത്ഥം. ചോദിക്കട്ടെ, എല്ലാവരും ചോദിക്കട്ടെ, ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, കുരിശിൽ യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാനുള്ള അഭിഷേകം എനിക്ക് തരണമേ. എൻ്റെ ഹൃദയത്തിൽ എളിമ നിറയ്ക്കണമേ, ദൈവസ്നേഹം നിറയ്ക്കണമേ. എന്നെ വേദനിപ്പിച്ച എല്ലാ വ്യക്തികളോടും ഞാൻ ക്ഷമിക്കുന്നു. എന്നെ അനുഗ്രഹിക്കണമേ. 2 കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി, യേശുവേ എന്ന് വിളിക്കട്ടെ. എല്ലാവരും ചേർന്ന് വിളിക്കട്ടെ. Lord Jesus, shower your holy blood upon your children. Let them be healed. എല്ലാ ഹൃദയങ്ങളിലും തിരിച്ചോര പെരുമഴ പോലെ പെയ്തിറങ്ങണമേ. ക്ഷമയുടെ അഭിഷേകം വർഷിക്കണമേ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണ വർഷിക്കണമേ. അങ്ങയുടെ മക്കളിൽ അഭിഷേകം നിറയ്ക്കണമേ. സൗഖ്യം നിറയ്ക്കണമേ. ക്ഷമയുടെ ശക്തി നിറയ്ക്കണമേ. കഠിന ഹൃദയങ്ങളിലേക്ക് യേശു ശക്തി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ക്ഷമയുടെ അഭിഷേകം നിറയ്ക്കണമേ. കരുണ നിറയ്ക്കണമേ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. യേശുവിന്റെ എല്ലാ ദൈവമക്കൾ എഴുന്നേറ്റ് നിൽക്കട്ടെ. ദൈവ കരുണയുടെ കൃപയുടെ അഭിഷേകം മഴ പോലെ പെയ്തിറങ്ങുന്ന സമയമായത്. ഒരു ഹൃദയം പോലും വരണ്ടുണങ്ങിയിരിക്കരുത് ഇവിടെ. ഒരു ഹൃദയം പോലും അടയ്ക്കപ്പെട്ട കല്ലറയായിട്ട് മാറരുത് ഇവിടെ. 2 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ അടച്ചു പിടിക്കട്ടെ. ആരോടൊക്കെ ക്ഷമിക്കാനുണ്ട് ഈശോയ്ക്ക് കൊടുക്കട്ടെ. ഒരു ഹൃദയം പോലും സെമിത്തേരി ആവാൻ പാടില്ല അവിടെ. സകലരോട് ക്ഷമിക്കാൻ തീരുമാനം എടുക്കട്ടെ. ഇന്ന് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ക്ഷമിക്കട്ടെ. എന്നെ വേദനിപ്പിച്ച ഓരോരുത്തരെ അനുഗ്രഹിക്കണേ എന്ന് പറയട്ടെ ദൈവമക്കളെ. സംഭവിക്കും. സാത്താൻ പലായനം ചെയ്യാൻ നമ്മൾ ക്ഷമിക്കുമ്പോൾ. പരിശുദ്ധാത്മാവെ നിറയണമേ. ക്ഷമിക്കാൻ ശക്തി തരണമേ. ദൈവസ്നേഹം നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങേയ്ക്കാരാധന. പിതാവിനും പുത്രനും സമനായ ദൈവമേ, അങ്ങ്
എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ ഉച്ചത്തിൽ ദാഹത്തോടെ. പരിശുദ്ധാത്മാവാ ദൈവമേ അങ്ങേക്കാരാധന. പിതാവിനും പുത്രനും സമനായ ദൈവമേ അങ്ങേക്കാരാധന. സ്നേഹം നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവേ, വെറുപ്പും വിദ്വേഷവും എടുത്തുമാറ്റി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവ സ്നേഹം നിറയ്ക്കണമേ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്നുള്ള യേശുക്രിസ്തുവിന്റെ സുപ്രധാനമായ കൽപ്പന പാലിക്കാനുള്ള അഭിഷേകം ഇന്ന് ഞങ്ങൾ എല്ലാവർക്കും തരണമേ. ഓ ദൈവസ്നേഹമായ പരിശുദ്ധാത്മാവേ, റോമ 5:5 അഭിഷേക ശക്തിയായിട്ട് ഞങ്ങൾ നിറയണമേ. പിതാവിൻ്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഒന്ന് ചേർന്നങ്ങ് ആരാധിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമേ അങ്ങേക്കാരാധന. സ്നേഹം സ്നേഹം സ്നേഹദാതാവേ അങ്ങേക്കാരാധന. എല്ലാവരും ചേർന്ന പിതാവിന്റെ പുത്രന്റെ സ്നേഹം. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമേ അങ്ങേക്കാരാധന. സ്നേഹം ഉച്ചത്തില്. സ്നേഹം സ്നേഹം സ്നേഹദാതാവേ അങ്ങേക്കാരാധന. പരിശുദ്ധ